ഇഞ്ചിയാണ് ഗൈസ്. എരിവഴിക്കുന്നതാണല്ലോ, അപ്പോൾ അതോർത്തിട്ട് അത് തിന്നു നോക്കി. എൻ്റെ കിളിയും കിളിക്കൂടും വരെ പറന്നുപോയി. ഭയങ്കര എരിവായിരുന്നു. പച്ചയിറച്ചിയൊക്കെ തിന്ന വയറിന് പിടിക്കുന്ന അറിയത്തില്ലല്ലോ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇവിടെ ഹലോവീനാണ്. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് കുറച്ചിവിടെ ഞങ്ങളുടെ ഷൂളയിൽ നിന്ന് ഫുഡ് കഴിക്കാനൊക്കെ പുറത്ത് ഏഷ്യൻ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഒരു വ്ളോഗ് ഇടാമെന്ന് ഓർത്തു. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റൂല എന്ന് അറിയത്തില്ല. ഞങ്ങളുടെ ലെയറും ക്ലാസ് അൺലൈറ്ററൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. പിന്നെ ഇന്ന് മൊഹാലിൻ്റെയാണ്. അപ്പോൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീട്ടിലേക്ക് നേരെ പോകാം. അപ്പോൾ ഞങ്ങൾ തുണി കഴുകാൻ കൊടുത്തിട്ട് പോകാൻ ഓർത്തു. ഇതിൻ്റെ 4th ഫ്ലോറിലാണ്. അവിടെ കൊണ്ട് വെച്ചാൽ മതി, അവർ റെഡിയാക്കി തന്നോളും. ഓക്കെ. പക്ഷേ ഇത് എൻ്റെ സുനാപ്പി കീറിപ്പോയി. കീറിയില്ലേ ഗൈസ്? അപ്പോൾ ഇന്ന് നേരത്തെ ഇറങ്ങി. ഇന്ന് ബ്രെഡ് ആംബുലറ്റ് ഉണ്ടാക്കാനായിട്ട് ബ്രെഡ് മേടിക്കാൻ മറന്നു. ഇപ്പോൾ ബ്രെഡില്ല. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഇന്നിച്ചിരി നേരത്തെ ഇറങ്ങി. കാര്യമൊന്നുമില്ല. ഇന്നൊരു 10 മിനിറ്റ് 10-11 മിനിറ്റ് 10 മിനിറ്റോടെ അവിടെ നിൽക്കണം. കുഴപ്പമില്ല. ഇപ്പോൾ അത്യാവശ്യം വെളിച്ചമായി വരുന്നുണ്ട്. നേരത്തെ ആ മഴയൊക്കെ മാറി, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇപ്പോൾ മൊത്തത്തിൽ ഒരു വെയിലായി രാവിലെ തന്നെ. ആ മൂടി കിടന്ന കാലാവസ്ഥയൊക്കെ പോയി. അതാണ് ഏക ആശ്വാസം. മഴയാണെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ് പൈസ. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഇറങ്ങി. പിന്നെ കുറച്ച് പേര് പറയുന്നുണ്ട് ഷൂളയും ഇതൊക്കെ കാണിക്കാൻ പറഞ്ഞു. പക്ഷെ നമുക്കങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല. കാരണം അത് അങ്ങനെ കാണിച്ചുകൂടാന്നാണ്. അല്ലെങ്കിൽ അവരുടെ പെർമിഷൻ എടുത്തിട്ട് കാണിക്കണം. നമ്മളിപ്പോൾ വന്നിട്ട് അതിക്ക് ഒരു മാസം, ഇന്നലെ ഒരു മാസമായില്ലേ? ഇന്നലെ ഒരു മാസം ആയതേ ഉള്ളൂ. അത് ക്ലാസ് തുടങ്ങിയിട്ട് പോലും ഒരു മാസമായിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ നമ്മളിങ്ങനെ ഓടിപ്പോയി ചോദിക്കാനൊക്കെ പറഞ്ഞാൽ അത് അത്ര നല്ല കാര്യമല്ല. കാരണം നമ്മളിവിടെ പഠിക്കാൻ വന്നേക്കുന്നില്ല. അപ്പോൾ യൂട്യൂബും കൊണ്ട് അങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അത്ര നല്ലതല്ല. അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിലൊന്നും കാണിക്കാത്തത്. അല്ലമേനായിട്ട് കിട്ടിയതാണ് ഗൈസ് എല്ലാം. ഗൈസ് അപ്പോൾ ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞു. ഇപ്പോൾ 12 മണി ആയതേ ഉള്ളൂ. 12 മണി ആയപ്പോഴത്തേനും ക്ലാസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോകണം. ഹലോവീൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ എന്നറിയത്തില്ല. എന്തായാലും അവരോട് ചോദിച്ചു നോക്കണം. ഒന്നാമതായാലും നമുക്ക് ലാംഗ്വേജ് നമ്മുടെ മലയാളം പറയാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് പറ്റില്ലെന്ന് മാക്സിമം ശ്രമിക്കാം. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ സാധനങ്ങളുണ്ട്. എന്താ മേടിക്കുന്നതെന്ന് അറിയില്ല. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ടൈമാണ് ചൈനീസ് ഫുഡ് കഴിക്കുന്നത്. എന്താ മേടിക്കണ്ടേ, എന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇതിനകത്ത് റോ മീറ്റ് ആയിട്ടുള്ളതുണ്ട്, അല്ലാണ്ട് ഗിമീസ്, അല്ലാണ്ട് ഗിമീസ് എന്ന് പറഞ്ഞാൽ പച്ചക്കറി ഫ്രൂട്ട്സ് വെച്ചുള്ള അവക്കാഡോ അങ്ങനെ സാധനങ്ങൾ വെച്ചുള്ളത്, പച്ചക്കറി വെച്ചുള്ളതുണ്ട്. എന്നാ മേടിക്കണേന്ന് അറിയത്തില്ല. പച്ചയിറച്ചിയൊക്കെ തിന്ന വയറിന് പിടിക്കുന്ന അറിയത്തില്ലല്ലോ. എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. ഐസ്ക്രീം ഗൈസ് ഇതിൻ്റെ അകത്ത് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എൻ്റെ ഇരിക്കുന്നത് പഞ്ചാബിക്കാരനോട് ഞാൻ ചോദിച്ചു. ഞാനും പുള്ളിൻ്റെ ഈ സാധനം ഇവിടെ ഈ സാധനം ഓർഡർ ചെയ്തു. എത്ര? 200 ml 2.80 യൂറോ. എത്ര വില പറയുന്നത്? ഞാൻ ഈ സാധനം പറഞ്ഞില്ല. കാണിച്ചത് ഇതെങ്ങനെ പിടിക്കേണ്ടതെന്ന്. സുഷിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വേണം പിടിക്കാൻ. ഓക്കെ. ദീപക് പറഞ്ഞു കൊടുക്കുക. Ich kann das nicht. സുഷിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. സോയസൊക്കെ ഒഴിച്ച് കഴിക്കുന്നത്. ജ്യൂസ് വന്നു. ഞാൻ ലിച്ചിയാണ് പറഞ്ഞത്. ഇതിനാണ് 2.80 €. അതായത് 200 മില്ലിക്ക്. ഇത് മാങ്കോ അല്ലേ? അത് ഓറഞ്ചാണ്. ഇത് ഓറഞ്ച്. ഇതിന് 4 €, 5 €, അത്ര ഉണ്ടെന്ന് തോന്നുന്നു. ഇത് 400 ml. ഒഴിച്ചിട്ടുണ്ട്. ഫോർക്കും നൈഫൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതാണ് സോയ സോസിൻ്റെ ബോട്ടിൽ. ദീപക്ക് പ്രൊബീറൻ ചെയ്യാൻ പോവാ. ഓർമ്മ പ്രൊബീറൻ ചെയ്തു. പ്രൊബീറൻ 2 ടെസ്റ്റാണ്. അതെന്നാ സാധനം? അതെന്നത് പിടിക്കാൻ കിട്ടും. ആ ഫോർക്കിന് കുത്ത്. ഇത് കിട്ടുന്നില്ല. ആ കിട്ടി. ഇഞ്ചിയാണ് ഗൈസ്. ഇഞ്ചിയോ?
ഇഞ്ചി ഗിങ്കർ. ഞാനും കഴിക്കാൻ പോവാ. എങ്ങനെയാണെന്ന് അറിയാം. എങ്ങനെയാണ് കഴിക്കണ്ടേ? Gut. Sehr gut. Sushi probieren ചെയ്താണോ? സുഷി പ്രൊബീറൻ ചെയ്യാൻ പോട്ടെ. സോയാ സോസ് നോക്കി. Lecker! Ja. Sushi. ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ അടുത്ത് ഇരിക്കുന്ന ഇതായിരിക്കുന്ന ചിക്കൻ, ചുറ്റിനും ചോറ്, പിന്നെ അതിൻ്റെ പുറത്തെന്തോ ഒനിഗിരിയാന്ന് തോന്നുന്നു. ഒരു അതിൻ്റെ പുറത്ത് എന്ത് ഒനിഗിരിയാന്ന് തോന്നുന്നു. വന്നിട്ട് ക്രഞ്ചി ആയിട്ടിരിക്കുന്നത് കൊള്ളാം. അടുക്ക് ചിക്കൻ ഉണ്ടോ? കൊള്ളാം, കുഴപ്പമില്ല. മധുരമൊക്കെ ഉണ്ട്. കൊള്ളാം ഗൈസ്. ഫസ്റ്റ് ട്രൈ ചെയ്യാം. ഗൈസ്, ഈ സാധനം നിന്ന് നോക്കി. ഇത് എൻ്റെ എരിവെന്നവർ പറഞ്ഞു, ഷാഫാന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ എരിവ് കഴിക്കുന്നതാണല്ലോ, അപ്പോൾ അതോർത്തിട്ട് അത് തിന്ന് നോക്കി. എൻ്റെ കിളിയും കിളിക്കൂടും വരെ പറന്നുപോയി. ഭയങ്കര എരിവായിരുന്നു. കുറച്ച് തിന്ന് നോക്കാം. ഞാൻ ഒരു വീഡിയോ എടുക്കട്ടെ. അത് കുറച്ച് തിന്നത് ഭയങ്കര എരിവാ ഗൈസ്. ഭയങ്കര എരിവ് ഭയങ്കര എരിവ്. പക്ഷെ പുകച്ചിലില്ല, തിന്നു ഭയങ്കര എരിവ്. അത്രേ ഉള്ളൂ. തിന്നാൻ പറ്റില്ല ഗൈസ്, ചത്തു. ഭയങ്കര എരിവ്. ഗൈസ്, ഈ സാധനമൊക്കെ വെച്ച് കഴിക്കുന്ന ആദ്യമായിട്ടാണ്. ഇത് ഇഞ്ചി ഇറങ്ങിയെടുത്ത് വാരിട്ട് കഴിഞ്ഞപ്പോൾ ഇറങ്ങിയത് ഇഞ്ചിയാണ്. കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ ഐസ്ബർഗ് അല്ലെങ്കിൽ മറ്റേ സാധനം ഉണ്ടല്ലോ, കോളിഫ്ലവർക്ക് ക്യാബേജ് അതുപോലെ ഇരിക്കും. പക്ഷേ ഇത് ഇഞ്ചി സ്ലൈസ് ചെയ്ത പോലെ വെച്ചേക്കണെയാണ്. ഇതെന്തോ മുളകാണ്. ഇതാണ് സാധനം. ഇത് കൊള്ളാം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ടേസ്റ്റ് ഉണ്ട്. ഇവിടെ 100 സെയിം വന്നു, അതായത് 110 ഇത് ചിക്കനാണ്. ഈ മുകളിൽ നല്ല ചിക്കൻ. ഇവിടെ വെജിറ്റേറിയൻ, ഇവിടെ നോൺ വെജ് ചിക്കൻ. ഇത് മൊത്തം കഴിക്കാമെന്ന് അറിയത്തില്ല. മെസ്സി ഒന്ന് പ്രൊബീറൻ ചെയ്ത് നോക്കാം. ഹെൻഷൻ ബ്രൂസ്റ്റ്. അയ്യോ, ഇതെങ്ങനെ ഇത് കൊണ്ടാരം. Renshin, du brauchst so einen Stab an dem Pullover, dass du dein Handy nicht festhalten musst. Das ist dein Handy gibt bestimmt so ein Nackendingchen. Ja, irgendwas die Kamera dran. Oder du machst ein Tape. Ja. GoPro. എത്ര പോരാ? Ja. ആദ്യത്തെ ഇറന്ന് കുറച്ചുകൂടെ നല്ലത്. എത്ര പോരാ, കുഴപ്പമില്ല. കരിഞ്ഞു പോയൊരു ചൊവ്വ. കുഴപ്പമില്ല. ഗുഡ് ഗൈസ്. ചിക്കൻ ബ്രസ്റ്റ് ചെയ്ത് ഇത് എങ്ങനെയുണ്ടെന്ന് ഇത് കഴിച്ച് നോക്കിയില്ല. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം. ക്രഞ്ചിയാണ്. സോസ് കഴിച്ചിട്ടുണ്ട്, മധുരം. കുഴപ്പമില്ല. എനിക്ക് ആദ്യത്തെ കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടെ. കുഴപ്പമില്ല, ഓക്കെ. പക്ഷെ ഇത് മൊത്തം കഴിച്ച് തീർക്കുമെന്ന് അറിയത്തില്ല. പുകയൊക്കെ കൊണ്ടുവച്ചു. ഓക്കെയോ? ഇതിപ്പോൾ പുകച്ചുള്ളൂ മൊത്തം.
ഇത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, ടു മച്ച് ഹെവി. ആദ്യം കുറച്ചുകൂടെ കഴിച്ചല്ലായിരുന്നു, ഇത് ഒരെണ്ണം പറഞ്ഞാലും മതിയായിരുന്നു. ഇതിപ്പോൾ രണ്ടും പറഞ്ഞു പോയി. ഇതിപ്പോൾ തിന്നാനും പറ്റത്തില്ല. രീതിയിരിക്കുന്ന മൊത്തം ചെസ്റ്റ് പീസ, അല്ല ബ്രസ്റ്റ്, ചിക്കൻ ബ്രസ്റ്റ്, ചെസ്റ്റ് ബ്രസ്റ്റ് എല്ലാം ഒന്ന് തന്നെ. ഇത്രയും ഇപ്പം നല്ല ബോളിങ്ങാണ്. അടുത്ത മതിയായി, വേണ്ടായി ഗൈസ്. ഇതാണ് ബില്ല്, 22 രൂപ 50 സെൻറ്റ്. അതായത് 2300 രൂപ അടുത്ത്. കുറച്ച് നേരം കഴിച്ചുള്ളൂ. തലയും കുത്തി പിടിക്കും. ഇതാണ് ദീപക്കിൻ്റെ ബില്ല്, 22 രൂപ 20 സെൻറ്റ്. ഇതിന് ഒരു 30 സെൻറ്റ് കൂടുതൽ. എത്ര വെച്ചാൽ എന്നാലും 2300 രൂപ അടുത്ത് വന്നു. 2300 രൂപ ആയിട്ടുണ്ട് എന്തായാലും. ഇതാണ് ഇവിടുത്തെ ബില്ല്. 3 സാധനമാണ് കഴിച്ചത്. ഫുഡിൻ്റെ നമ്പറൊന്നുമില്ല, പേരൊന്നുമില്ല. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ തിരിച്ച് ബാനോഫി കൊണ്ടുപോയിടുന്നത് ഞങ്ങളുടെ ക്ലാസ്സിലുള്ള തന്നെ. ഇനി അവിടെ നിന്ന് ഞങ്ങൾ വേറെ റൂമിലേക്ക് പോകും. ഞാൻ മിച്ചമുള്ള ഒരു പാഴ്സലെടുക്കാൻ പറഞ്ഞ ലാസ്റ്റ് ഞാൻ പാഴ്സലെടുത്ത് കഴിക്കില്ലെന്ന് അറിയത്തില്ല. ഞാൻ ദിവക്കിന് കൊടുക്കും. ദിവ കഴിക്കാമെന്ന് പറഞ്ഞതാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കാം. ഇവിടുന്ന് ഒരു 9 കിലോമീറ്ററാണോ 8 കിലോമീറ്ററാണോ അത്രയുണ്ട് അങ്ങോട്ട്. ട്രെയിനിൽ കയറി ഇപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. സമയം 3:30 ആവുന്നു. സാധാരണ സമയത്തത് ഷൂള കഴിഞ്ഞ് വരുന്ന സമയത്ത് തന്നെയാണ് തിരിച്ചു. അത്ര സമയം എടുത്തു തിരിച്ചു വരാനായിട്ട്. അമ്മ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന അപ്പോൾ ഞങ്ങൾ റൂമിൽ വന്നു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചീസ്, ചാവ്.